ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആ വാക്യം മാത്രം ഒന്ന് വായിക്കാം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ. ഞാൻ ഓർപ്പിച്ചു 3 പദങ്ങൾ വിശേഷാൽ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. ഒന്ന്, ഹല്ലേലൂയ, നാം വളരെ ശ്രദ്ധയോടെ സ്ഥിരതയോടെ നമ്മുടെ ഓട്ടം ഓടി തീർക്കണം. 2, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഉറവിടവും അത് പൂർത്തി വരുത്തുന്നതും യേശു ആകൊണ്ട് ഇടം വലം നോക്കാതെ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കണം. 3, തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. 3 വാക്യം, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിക്കേണ്ടതിന് പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. ഈ 3 പദങ്ങളാണ് നമ്മുടെ ചിന്തയിലേക്ക് നാം ആദ്യമായി ഓർക്കുന്നത്. 1, സ്തോത്രം, നമ്മുടെ ഓട്ടം നാം സ്ഥിരതയോടെ ഓടണം. 2, നോക്കുവാൻ പലതും നമ്മുടെ മുമ്പിൽ കടന്നു വരാം, പുറകിലും മുമ്പിലും ഒക്കെ കടന്നു വരാം. ശ്രദ്ധ മാറിപ്പോകാതെ we need to fix our eyes on Jesus Christ who is the author and finisher of our faith. 3, നമ്മുടെ ഉള്ളിൽ മടുപ്പ് വരുന്ന വിഷയങ്ങളുണ്ട്. അതാണ് നമ്മുടെ ചിന്തകൾ. ആ ചിന്ത അകത്തേക്ക് ഓടി വരുമ്പോൾ ഉള്ളിൽ മടുത്തു പോകാതിരിക്കേണ്ടതിന് യേശുവിനെ തുടർമാനമായി ധ്യാനിക്കണം. ദൈവം നമ്മെ കരുത്തുള്ള ആയിക്ക് തീർക്കുമാറാക്കട്ടെ. ഇന്നലെ രാത്രി ഞാൻ തുടങ്ങി വെച്ചായിരുന്നു എബ്രാലേഖനം. അതിൻ്റെ പശ്ചാത്തലങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മുടെ ചിന്താവിഷയം. എബ്രാലേഖനത്തിലെ ചില ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് മാത്രമേ ഉള്ളൂ. എബ്രായ വിശ്വാസികളുടെ മനസ്സ് മടുത്തുപോയ ഒത്തിരി കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനമായി 4 കാരണങ്ങളാൽ അവർ പിന്മാറ്റത്തിൻ്റെ ലക്ഷണങ്ങൾ, ശരീരം കൊണ്ട് മുന്നോട്ട് പോകുന്നെങ്കിലും മനസ്സുകൊണ്ട് പുറകോട്ട് അവർ ഓടുവാൻ തുടങ്ങി. ഹല്ലേലൂയ, ദൃശ്യമായ പലതിൽ നിന്നും വ്യത്യസ്തമായി, ഹല്ലേലൂയ, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം ഉള്ളിലേക്ക് കയറുവാൻ അവരുടെ മനസ്സും ചെവിക്കും മടി കാണിച്ചപ്പോൾ അവരിൽ കണ്ടു തുടങ്ങിയ പിന്മാറ്റത്തിൻ്റെ ലക്ഷണങ്ങളിൽ നിന്ന് അവരെ മടക്കി ക്രിസ്തുവിൻ്റെ മഹത്വത്തിലേക്കും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠതയിലേക്കും കൊണ്ടുവരിക എന്ന ദൗത്യത്തോടെ ഹല്ലേലൂയ ലേഖനകർത്താവ് ഇത് കുത്തിക്കുറിക്കുമ്പോൾ ആധുനിക പെന്തിക്കോസ്ത് സഭയ്ക്കും ആത്മമണ്ഡലത്തിൽ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നമ്മളും ഒട്ടും വ്യത്യസ്തരല്ല. കാലപ്പഴക്കം കൊണ്ട് നാമും ശരീരം കൊണ്ട് മുന്നോട്ട് പോകുന്നു. 50 വർഷത്തെയും 60 വർഷത്തെയും അല്ല പ്രസംഗത്തിൻ്റെയും ഒക്കെ പാരമ്പര്യം എനിക്കും നിങ്ങൾക്കും പറയുവാനുണ്ടെങ്കിലും മനസ്സുകൊണ്ട് പിന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു പ്രാവശ്യം കൂടെ കൃപയുടെ ആഴത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ എന്നതാണ് എൻ്റെ പ്രാർത്ഥനയും ഈ വചന ശുശ്രൂഷയുടെ ഉദ്ദേശമെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. 1, ഇന്നലെ രാത്രി നാം വായിച്ചത് 2-ാം അധ്യായത്തിന് 1-ാം വാക്യമാണ്. അവരിൽ കണ്ട പിന്മാറ്റത്തിൻ്റെ 1-ാമത്തെ ലക്ഷണം നാമും വ്യത്യസ്തരല്ല, ഹല്ലേലൂയ, അവർ ഒഴുകിപ്പോകാൻ തുടങ്ങി. അതിൻ്റെ കാരണമാണ് ഇന്നലെ പറഞ്ഞത്, കേട്ട വചനം ശ്രദ്ധയോടെ കരുതിയില്ല. കരുതലോടെ കാത്തു സൂക്ഷിക്കേണ്ട, ഉൾനട്ട് അകത്തിരുമ്പഴുത്താണി കൊണ്ട് കൊത്തി വെക്കേണ്ട ദൈവവചനത്തെ അവർ അലക്ഷ്യമാക്കി കളഞ്ഞതുകൊണ്ട്, വചനത്തിനകത്ത് വളരുവാൻ ഇട കൊടുക്കാതിരുന്നത് കൊണ്ടും, വചനത്തിൻ്റെ പ്രാമുഖ്യം അവർ തിരിച്ചറിയാഞ്ഞതുകൊണ്ടും, വചനം ഹല്ലേലൂയ അകത്ത് ക്രിയ ചെയ്യാഞ്ഞതുകൊണ്ടും അവർ ഒഴുകിപ്പോകാൻ തുടങ്ങി. ഉപദേശത്തിൻ്റെ കാറ്റിനാൽ ആടി അലഞ്ഞു ഉലയുന്ന ആടുന്ന മതിൽ പോലെയും ചായുന്ന വേലി പോലെയും അവർ ആയിപ്പോയി. അങ്ങനെ വരാതിരിക്കേണ്ടതിന് ദൈവസഭയെ പ്രബോധിപ്പിക്കുന്നു, കേൾക്കുന്ന വചനം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. സ്തോത്രം. 2, ഇന്ന് മുതൽ ബാക്കി ഭാഗങ്ങൾ നാം ചിന്തിക്കാൻ പോകുകയാണ്. അവരിലുണ്ടായ 2-ാമത്തെ പിന്മാറ്റത്തിൻ്റെ 2-ാമത്തെ ലക്ഷണവും നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്ന സാധ്യതയുമാണ് 2-ാമത്തേത്. അത് മുഴുവൻ വായിക്കാൻ സമയമില്ല. 5-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 6-ാം അധ്യായത്തിൻ്റെ 2 വരെയുള്ള വാക്യങ്ങളിലാണ് 2-ാമത്തെ അവരിലുണ്ടായിരുന്ന പിന്മാറ്റത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. 11-ാം വാക്യം മാത്രം വായിക്കാം. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്. എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട്. കേൾപ്പാൻ അവർ മാന്യമുള്ളവരായി തീർന്നു. കാലം നോക്കിയാൽ അടുത്ത വാക്യങ്ങൾ പറഞ്ഞു പോകുന്നു. ഇപ്പോഴത്തെ കാലവും നിങ്ങളുടെ ആത്മീയ പഴക്കവും നിങ്ങൾ കേട്ട വചനത്തിന്റെ ആധിക്യവും നിങ്ങൾ അനുഭവിച്ച സ്വർഗീയ നന്മകളും നിങ്ങൾ ആസ്വദിച്ച ദൈവവചനങ്ങളും നിങ്ങൾ കേട്ട പ്രത്യാശയുടെ ദൂതുകളും നിങ്ങളുടെ ആത്മീയ പഴക്കം നോക്കിയാൽ ഇപ്പോൾ നിങ്ങൾ ഉപദേഷ്ടക്കന്മാർ ആയിരിക്കേണ്ട കാലഘട്ടം. പക്ഷേ ഇന്നും കട്ടിയായിട്ടുള്ള ഒരു ആഹാരവും ഉള്ളിൽ ചെല്ലുവാനോ അത് ദഹിക്കുവാനോ കഴിയാതെ നിങ്ങൾ ഹല്ലേലൂയ മന്ദീഭവിച്ചു പോയിരിക്കുന്നു. നിങ്ങൾ ആത്മീയ ശൈശവത്തിൽ തന്നെയാണ്. അതിൻ്റെ കാരണം കേൾപ്പാനുള്ള നിങ്ങളുടെ മാന്യമാണ്. സ്തോത്രം. ദൈവമക്കളെ, ഹല്ലേലൂയ, ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നാമും കാലം നോക്കിയാൽ ഉപദേഷ്ടക്കന്മാരായിരിക്കേണ്ടതാ. ഇങ്ങനെ ഇരിക്കേണ്ട കാലഘട്ടമല്ല. ഞാനും വ്യത്യസ്തനല്ല. ദൈവം എന്നിൽ നിന്ന് പ്രതീക്ഷിച്ച, ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിച്ച ശുശ്രൂഷയുടെ ആത്മീയ പക്വതയുടെ 100-ൽ 1 പോലും നാം പ്രകടിപ്പിച്ചിട്ടില്ല.
ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്വപ്നമായിരുന്നു ഞാനും നിങ്ങളും ദൈവഹിതത്തിന്റെ അതിർത്തിയിൽ തന്നെ നിൽക്കുമെന്ന്, ദൈവത്തിന്റെ പരിധിക്ക് പുറത്തു പോകുമെന്ന്. ദൈവത്തിന് നമ്മെക്കുറിച്ച് പ്രതീക്ഷയില്ല. പക്ഷേ പലപ്പോഴും നാം ആഗ്രഹിക്കുന്ന പോലെ, നമുക്ക് ആഗ്രഹിക്കുന്ന പോലെ പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ദൈവഹിതത്തിന്റെ പൂർണ്ണത നമ്മിൽ നിറവേറുന്നുണ്ടോ എന്ന് നാം തിരിച്ചറിയണം. കേൾക്കാൻ മാന്യമുള്ളവരായി മാറി. അതുകൊണ്ട് എന്തു പറ്റി? അതൊക്കെ അല്ലയ ആത്മീയ ശൈശവത്വമാണ്, ആത്മീയ പക്വതയില്ലായ്മയാണ്. പ്രായമല്ല ഈ പറഞ്ഞു വരുന്നത്. പ്രായം കൊണ്ട് പക്വത ലഭിക്കണമെന്നില്ല, ലഭിക്കാറുമുണ്ട്. നരച്ച തല ശോഭയുള്ള കിരീടമാ, നീതിയുടെ മാർഗത്തിൽ അത് ലഭിക്കുന്നത്. അല്ലല്ല, പ്രായം കൊണ്ട് പക്വതയൊക്കെ ഉണ്ടാകും. 8 വയസ്സുള്ള കുഞ്ഞിനും 80 വയസ്സുള്ള വൃദ്ധനും ഒരുപോലെ അവക്കമായി ജീവിക്കാം. തിരിച്ചും 8 വയസ്സുള്ള കുഞ്ഞിനും അല്ലല്ല 80 വയസ്സുള്ള ആളും പക്വതയോടെ ജീവിക്കാം. അല്ല, ജീവിതയാത്രയിൽ ആത്മീയ പക്വത, സ്പിരിച്വൽ മച്യൂരിറ്റി, വി നീഡ് ടു ഗ്രോ അപ് ടു ദ ഹെഡ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തു എന്ന തലയോളം വളരുവാൻ നാം ബാധ്യസ്ഥരാണ്. ഹല്ലേലൂയ. ഈ ചൈൽഡിഷ് നേച്ചറാണ് പക്വത ഇല്ലായ്മയുടെ ലക്ഷണം എന്ന് പറയുന്നത്. യേശു പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ. അതല്ലല്ലോ, അല്ലല്ലോ, ശിശുത്വമല്ല ഈ അല്ലല്ലോ ശൈശവ സ്വഭാവങ്ങൾ. എന്തിനും പിടിവാശിയ. നമ്മുടെ ആത്മമണ്ഡലത്തിന്റെ ദോഷം തന്നെ ഒന്നും വിട്ടുകൊടുക്കാൻ ആരും എന്തല്ല, തയ്യാറല്ല. സ്തോത്രം. അതല്ലേ ഈ മത്സരത്തിൻ്റെയൊക്കെ പുറകില് അല്ലല്ലോ ഈ ഛേദോവിഹാരം എന്ന് പറയുന്നത്. എൻ്റെ ഒരു സ്ഥാനം വേറൊരാൾക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ ആരല്ല, ഞാൻ തയ്യാറല്ല. ഈ കളിയില്ല പിള്ളേർക്ക് താല്പര്യം. നിങ്ങളല്ലെങ്കിൽ ഈ ഡോളറുകളിലൂടെ നിരത്തി വെച്ചോ, $50 $5 ടോയ് ഉരുട്ടി വിട്ടാൽ കുഞ്ഞ് അതിൻ്റെ പുറകെ പോകും. നിങ്ങളുടെ മുന്നിൽ ഞാൻ ആലോചിച്ച് നോക്കിയേ, 2 വയസ്സുള്ള കുഞ്ഞ് ഇവിടെ കൂടെ കളിച്ച് നടന്നാൽ കുഴപ്പമൊന്നുമില്ല. അല്ലയ്യ, 45 വയസ്സ് 50 വയസ്സുള്ള ഞാനും നിങ്ങളും ഇവിടെ ഇരുന്നുകൊണ്ടൊരു കാറും കളിച്ചുകൊണ്ടിരുന്നാലോ? ഇതാ എബ്രായ സഭയെ സംഭവിച്ചത്. എന്തിനേറെ പറയുന്നു, അല്ലെ ദൈവസഭയുടെ അല്ലല്ലിയ ഒരു മൂല്യ ശോഷണമാ. ദൈവകാര്യങ്ങൾ കളിയായിട്ടെടുക്കുന്നു. ദൈവഭയമില്ലാതെ, ഉള്ളിൽ ദൈവഭയമില്ലാതെ, സർദീസിലെ സഭയെ പോലെ ജീവനുണ്ടെന്ന പേരൊക്കെ. IPC എന്നും ചർച്ച് ഓഫ് ഗോഡ് എന്നും ഷാരോൻ എന്നും ഷാലേമെന്നും അല്ലല്ലിയ ഞങ്ങളുടെ സഭയുടെ പേര് എബ്രോൻ എന്നും ഒക്കെ പേര്. പക്ഷെ പേരിന് ചേർന്ന ജീവിതമല്ല നമുക്കുള്ളത്. സ്തോത്ര. ആത്മീയ അപക്വമായ അല്ലെ ജീവിതം കാഴ്ചവെക്കുന്നു. ജീവനുണ്ടെന്ന പേര്, പക്ഷെ ചർച്ച് ഈസ് ഓൺ ദ വെന്റിലേറ്റർ. സഭ ഇങ്ങനെ വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. അല്ലല്ലിയ, കാല് പിടിച്ചാൽ 2 സ്തോത്രം പറയും. അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നവർ ഒരു സ്തോത്രം പറയാമോ എന്നും ഹല്ലേലൂയ പറയാമെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കൊണ്ട് പറയിക്കുന്നത്. കാരണം കാല് പിടിച്ച 2 സ്തോത്രം പറയും, നിർബന്ധിച്ചാൽ സഭായോഗത്തിന് പോകും. സ്തോത്രം. ഇങ്ങനെയൊക്കെ സർദീസിലെ സഭയ്ക്ക് ജീവനുണ്ടെന്ന പേര്. പക്ഷെ ഇപ്പോഴും എന്താ, മരിച്ചവരാരെങ്കിലും ഒന്ന് ഉണർത്താതും, ആരെങ്കിലും ഒന്ന് പ്രവചനം പറയാതും, ആരെങ്കിലും തലയെ കൈവെക്കാതും നമുക്കൊരു ചൈതന്യം ഉണ്ടാകുന്നില്ല. കാരണം അലസതയാണ്, ആത്മീയ അലസത. സ്തോത്രം. ആത്മമണ്ഡലത്തിൽ വ്യാപരിക്കുന്നു. ഒന്നും ചെയ്യുവാൻ നമുക്ക് ഉത്സാഹമില്ലാത്ത അവസ്ഥ. ആത്മീയ അലസത ദൈവവചനം അല്ലെങ്കിൽ മടിയന്മാരെ പ്രചോദിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന പുസ്തകമല്ല വിശുദ്ധ തിരുവെഴുത്ത്. ഹല്ലേലൂയ. വേദപുസ്തകത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവവചനം ഉത്സാഹികളെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. മടിയന്മാർ മടിയന്മാർ എന്ന് 116 പ്രാവശ്യമാണ് സദൃശ്യവാക്യത്തിൽ ആവർത്തിച്ചു പറയുന്നത്. മടിയൻ മടിയൻ മടിയൻ. ഹല്ലേലൂയ. അവസാനം മടിയന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, മടിയാ നീ ഉറുമ്പിന്റെ അടുക്കൽ ചെന്ന്, സദൃശ്യവാക്യം 6-ാം അധ്യായം 3, 10-ാം അധ്യായം 6 മുതലൊക്കെ, മടിയാ നീ ഉറുമ്പിന്റെ അടുക്കൽ ചെന്ന് എന്ത് ചെയ്യണം, ബുദ്ധി പഠിക്കണം. സ്തോത്രം. അയ്യോ, എത്രയോ തിയോളജിയന്മാർ ഞങ്ങളുടെ ഇടയിലുണ്ട് കർത്താവേ. എത്രയോ പേർക്ക് ഞങ്ങളുടെ ദൈവദാസന്മാർക്ക് PhD ഉണ്ട്. എത്രയോ വലിയ ക്വാളിഫൈഡ് ആൾക്കാരുണ്ട്. ലോകപ്രകാരം എത്രയോ ബുദ്ധിമാന്മാരുണ്ട് ഞങ്ങളുടെ ഇടയിൽ. അവരുടെ അടുക്ക പോയല്ലോ ബുദ്ധി പഠിക്കാൻ പറഞ്ഞത്. എന്നോട് പറയുക മടിയ, എന്നോട് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, നീ എവിടെ പോയി ബുദ്ധി പഠിക്കണം? ഉറുമ്പിൻ്റെ അടുക്ക പോയി ബുദ്ധി പഠിക്കണം. അതിന് നായകനും ഇല്ല, നടത്തിപ്പുകാരനുമില്ല. പക്ഷെ അതിനൊരു ദർശനമുണ്ട്. ആ കൊച്ചു തലയ്ക്കകത്ത് അറിയാം, പെയ്ത് ഇറങ്ങാൻ പോകുന്ന കഠിന മഴയുടെ ശോധന വരുന്നതിന് മുമ്പ് അത് വേനൽക്കാലത്ത് തൻ്റെ ആഹാരം സമ്പാദിപ്പിക്കുന്നു. ദൈവസഭയെ ഞാൻ ആത്മാവിൽ ഓർപ്പിക്കുന്നു. ഇന്ന് സ്വാതന്ത്ര്യത്തോടെ വചനം കേൾക്കാം, സ്വാതന്ത്ര്യത്തോടെ വചനം പറയാം, ഇന്ന് പ്രസംഗിക്കാം, ഇന്ന് പാടാം, ഇന്ന് നമുക്ക് പരസ്യമായി വേദപുസ്തകം കൊണ്ടു നടക്കാം. പക്ഷെ നാളെ ഒരു കാലം വരുന്നു, ആർക്കും പുറത്തിറങ്ങുവാൻ കഴിയാതെ, വചനം പരസ്യമായി കഴിയാതെ ലോക
ലോകത്തിന്റെ പല വൻകരകളിലും ഇന്ന് നടക്കുന്ന സാഹചര്യം ഈ രാജ്യത്തുണ്ടായാൽ നാം എന്ത് ചെയ്യും? ഈ വേനൽക്കാലത്ത് ഈ അവസരം ലഭിക്കുമ്പോൾ തക്ക സമയത്ത് ദൈവകൃപ ആവോളം ആസ്വദിക്കുവാൻ, വചനം ആവോളം ഭക്ഷിക്കുവാൻ, അലസത മാറ്റിവെച്ച്, മന്ദത മാറ്റിവെച്ച് ദൈവവചനത്തിനും ദൈവകൃപയ്ക്കും ദൈവ വിഷയത്തിലും സമ്പന്നരാകുവാൻ ഞാൻ ദൈവസഭയെ ഉത്സാഹിപ്പിക്കുന്നു. പ്രാപിക്കേണ്ടത് ഈ സമയത്ത് പ്രാപിക്കണം. ജ്ഞാനികൾ യൗവനക്കാരോട് പറയുന്നു, യൗവനക്കാരാ, യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ എന്ത് ചെയ്യണം? അറിഞ്ഞുകൊള്ളണം. അല്ലേ? നാം വ്യത്യസ്തരല്ല. ഇന്ന് രാത്രി ആത്മീയ വിഷയത്തിൽ നമുക്ക് ഒരു പടിയും കൂടെ ഉത്സാഹം ഉണ്ടാകണം. 2 പാട്ടും 2 പ്രാർത്ഥനയും 1 കൺവെൻഷനും പ്രസംഗവും വചനം കേൾവിയും കൊണ്ട് തൃപ്തിപ്പെടരുത്. നിങ്ങളുടെ ഏകാന്ത ധ്യാനങ്ങളിലും കുടുംബ പ്രാർത്ഥനകളിലും സഭാ ഹാളിലും ദൈവവചനത്തെ ഹല്ലേലൂയ യഥാർത്ഥമായി വ്യാഖ്യാനിച്ച് പ്രസംഗിക്കുന്ന, വചനം വായിക്കുന്ന, കേൾക്കുന്ന, പ്രമാണിക്കുന്ന ഒരു കാലം നിങ്ങൾ ആസ്വദിക്കണം. ഹല്ലേലൂയ. അതിനൊരു കോംപ്രമൈസും പാടില്ല. നമുക്കെല്ലാം ആക്ടിവിറ്റീസ് ആൻഡ് പ്രോഗ്രാംസ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. പക്ഷെ ദൈവവചനത്തിന്റെ വിഷയം വരുമ്പോൾ, ഹല്ലേലൂയ, ഉപദേശ വിഷയം വരുമ്പോൾ നാം അതിന് കോംപ്രമൈസ് ചെയ്യുന്നെങ്കിൽ ഇന്ന് രാത്രി ആത്മസഭ മടങ്ങി വരട്ടെ. വിശുദ്ധിയുടേക്കും വചനത്തിലേക്കും വചന സത്യങ്ങളിലേക്കും ദൈവസഭ മടങ്ങി വരട്ടെ. ഇന്ന് രാവിലത്തെ സെമിനാറുകളിൽ ദൈവദാസിദാസന്മാർ ശക്തമായി ഓർപ്പിച്ചതുപോലെ നാം ജീവിച്ച് കാണിച്ചാൽ മതി, തലമുറ നഷ്ടപ്പെട്ടു പോകത്തില്ല. That touched my heart very well. And it was breaking to my heart. Hallelujah. അതെന്നെ വളരെ ടച്ച് ചെയ്തൊരു കാര്യമാണ്. നമ്മൾ ഈ കൂടുതൽ പ്രസംഗിച്ച് ആക്ടിവിറ്റിയും പ്രോഗ്രാം ഒക്കെ കൊടുത്ത് we are trying to accommodate our generation along with us. It's the best and easy way. Live a life well matched with the word of God. ദൈവവചനം ഹല്ലേലൂയ പറയുന്ന പോലെ നാം ജീവിച്ച് കാണിച്ചാൽ ഇതാ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു തലമുറ എന്ന് പറയുവാൻ, എൻ്റെ മാതാവിൻ്റെ ദൈവം എൻ്റെ ദൈവം എന്ന് രൂത്ത് പറഞ്ഞതുപോലെ പലരും അന്യനാട്ടിൽ പിറന്ന, ശാപത്തിൽ പിറന്ന, കെട്ടിൽ പിറന്ന ദൈവം ഏതാണെന്നോ, ഹല്ലേലൂയ വചനം ഏതാണെന്നോ, പ്രമാണം ഏതാണെന്നോ അറിയാത്ത ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക്, ഹല്ലേലൂയ സ്വത്തില്ലാത്ത, ഹല്ലേലൂയ കുടുംബത്തിൽ 3 മരണം നടന്നിട്ടും, ഹല്ലേലൂയ ദുഃഖത്തിന്റെ ലാഞ്ചന പോലും കാണിക്കാത്ത നവോമിയുടെ അകത്ത ദൈവത്തെ കണ്ടിട്ട് അവൾ വിളിച്ചു പറയുന്നു, നിന്റെ ദൈവം എന്റെ ദൈവം. ഒറ്റ പ്രസംഗം പ്രസംഗിക്കണ്ട, ഒറ്റ പാട്ട് അവൾ പാടിയില്ല, ഒറ്റ ദൂത് പറഞ്ഞില്ല. ജീവിതം കൊണ്ട് ആ വിധവയുടെ മുഖത്ത് നോക്കി, അല്ലല്ലോ മോവാബിൽ നിന്ന് ബെത്ലഹേമിലേക്കുള്ള ഹൈവേയിൽ നിന്നുകൊണ്ട് ഒരു പെങ്കൊച്ചു പറയുന്നു, യുവർ ഗോഡ് ഈസ് മൈ ഗോഡ് ആൻഡ് യുവർ പീപ്പിൾ ഷാൽ ബി മൈ പീപ്പിൾ. ഹല്ലേലൂയ. നമ്മളെ നോക്കി നമ്മുടെ തലമുറ അങ്ങനെ പറയട്ടെ. ഒത്തിരി ഒന്നും നേടിക്കൊടുത്തില്ലെങ്കിലും ചേർത്ത് പറയാം, നമ്മളെല്ലാം വാരിക്കൂട്ടിയൊക്കെ വെച്ചാലും വലിയ പ്രയോജനമൊന്നും ഇല്ലെന്നേ. ഈ മക്കളെ നന്നായിട്ട് തിന്ന് കുടിച്ച് ജീവിച്ചോണം. പിള്ളേർക്ക് വേണ്ടി ഒത്തിരി ഒന്നും എന്ത് ചെയ്യണ്ട. മറുപടി കേട്ടില്ലല്ലോ. സമ്പാദിക്കണ്ടെന്ന്. എന്താ കാരണം? ദ സെയിം ഗോഡ് സസ്റ്റെയിൻ യു ഇൻ യുവർ ലൈഫ് ടൈം. ദ സെയിം ഗോഡ് ഈസ് ഏബിൾ ടു സസ്റ്റെയിൻ യുവർ ജനറേഷൻ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ സഭയിൽ പ്രസംഗിച്ചു. ഹല്ലേലൂയ. നമ്മളെ നടത്തിയ ദൈവത്തിന് നമ്മുടെ തലമുറയെ നടത്താൻ കഴിവില്ലെന്ന് വിശ്വസിക്കുന്നോ? അവൻ അത് ചെയ്തിരിക്കും. ഏകരായ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയ ഭക്തന്മാരുടെ നീണ്ട നിര ഇവിടെ ഉണ്ട്. കർത്താവിന് വേണ്ടി ഹല്ലേലൂയ എന്തുമായി തീരുവാൻ കൊതിക്കുന്ന മാതാക്കളുടെ നിരയുണ്ട്. നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങളെ പരിപാലിച്ച ദൈവത്തിന്റെ കരം കുറുകിയിട്ടില്ല. അതേ ദൈവം നിങ്ങളുടെ തലമുറയെ നടത്തിയിരിക്കും. ഹി ഈസ് ഫെയ്ത്ത്ഫുൾ. ഹല്ലേലൂയ. ഉത്സാഹികളുടെ കൈ ആ സമ്പത്തുണ്ടാക്കുന്ന, ആത്മീയ സമ്പത്തുണ്ടാക്കുവാൻ ഉത്സാഹത്തോടെ വരണം. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ടിട്ട് അവർക്ക് ദൈവം കൊടുത്ത നന്മയാണ് ആകാശത്തുനിന്ന് പെയ്തിറങ്ങുന്ന മന്ന. അതും മഞ്ഞിൽ പൊതിഞ്ഞാണ്. ഹല്ലേലൂയ. മന്നാമൽ മുറ്റത്ത് നിലത്ത് വന്ന് വീഴുകയാ. പാളയത്തിനകത്ത് മന്നായുടെ കൂമ്പാരം. പക്ഷെ പ്രമാണം ദൈവം വെച്ചു. വീട്ടിനകത്ത് മേശയ്ക്കകത്ത് മന്ന വിളമ്പുന്ന ദൈവമല്ല, പാളയത്തിൽ ചെന്ന് മന്ന പറക്കുന്ന ജനത്തെയാ ദൈവത്തിന് വേണ്ടത്. ഉത്സാഹികൾ. ഹല്ലേലൂയ. സൂര്യൻ ഉദിക്കുന്നവരെ കിടന്നുറങ്ങിയാൽ പട്ടിണി മിച്ചമായിരിക്കും. ഹല്ലേലൂയ. എന്ത് ചെയ്യണം? നന്നായി രാവിലെ എഴുന്നേൽക്കണം. പുറത്തേക്ക് പറയെടുത്ത് കൊണ്ട് പോകണം. നിലത്ത് മുട്ടോളം കുനിയണം. കുനിഞ്ഞിട്ട് നിലത്ത് നിന്ന് മഞ്ഞു മാറ്റി മന്ന വാരി ഹല്ലേലൂയ പറയ്ക്കകത്തിടണം. വീട്ടിനകത്ത് കൊണ്ടുവരണം. ഉരുളിനകത്ത് ഇടിച്ചോ പൊടിച്ചോ ഹല്ലേലൂയ അത് ഹല്ലേലൂയ ദോശയെ പൊടിയാക്കി അത് കല്ലിൽ ചുടണം. ചുടുമ്പോഴാണ് അതിൻ്റെ രുചി മാറുന്നത്. ഹല്ലേലൂയ. രുചി മാറി. അത് ഹല്ലേലൂയ മന്ന അല്ലെങ്കിൽ തേൻ കൂട്ടിയ ദോശ പോലെ രുചിയായി മാറി. ദൈവമക്കളെ, വീടിൻ്റെ മുമ്പിനകത്ത് എനിക്കും ആഗ്രഹമുണ്ട്, ഇരിക്കുന്ന മേശയുടെ മുകളിൽ പ്ലേറ്റിനകത്ത് മന്ന കൊണ്ടുണ്ടാക്കിയ ദോശ വന്ന് വീഴണമെന്നില്ല. ദൈവത്തിൻ്റെ പ്രമാണം ഉത്സാഹികൾക്ക് ദൈവം നന്മ കൊടുക്കുകയുള്ളൂ. ആത്മീയ വിഷയത്തിൽ അല്പം കൂടെ ഉത്സാഹിക്കാം.
അല്പം കൂടെ നമുക്കൊന്ന് അല്ലല്ലോ ഉത്സാഹിക്കാം. അല്ലല്ലോ മടുത്തു പോകല്ലേ. ആത്മലോകത്തിന്റെ വലിയ വ്യത്യാസം കാത്തിരിപ്പിൽ മടുത്തുപോയി. ഹല്ലേലൂയ. സഭാ ഹാളിൽ പ്രാർത്ഥന ഒരു ശകലം, ഇവിടുത്തെ കാര്യമല്ലേ പറഞ്ഞു വരുന്നത്, ഒരു ശകലം മുന്നോട്ട് നീട്ടാൻ നമുക്ക് എന്താ എൻ്റെ കാര്യവും നിങ്ങളുടെ കാര്യവും പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞാലേ ശരിയാവത്തുള്ളൂ. നമുക്ക് അങ്ങോട്ട് ഭയങ്കര ഹല്ലേലൂയ കൺഫ്യൂഷൻ ആണല്ലോ. ഒരു 12 എന്ന് പറഞ്ഞ് 12:45 പോയിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത അസ്വസ്ഥത. വാച്ച് പൊക്കി കാണിക്കുന്നു, കൈ പൊക്കി കാണിക്കുന്നു, എന്തെല്ലാം അസ്വസ്ഥകളാ ദൈവമക്കളെ കാണുന്നത്. കാരണം ഹല്ലേലൂയ എന്നാ വേറെ എന്തെല്ലാം രാവിലെ ഓർപ്പിച്ച കണക്ക് 2 മണിക്കൂർ TV-യുടെ ഒക്കെ മുമ്പിൽ ഇരുന്നാൽ ഒരു മടിയില്ല. കുഞ്ഞുങ്ങളോട് ചോദിച്ചു നോക്ക്, അവർ വാച്ച് ചെയ്യുമ്പോഴൊക്കെ പറയാണ് 2 more minutes 3 more minutes എന്നാ പറയുന്നത്. ഏതാ കാണാൻ ഇനിയും കൊടുക്കാൻ. പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ദ ഷോർട്ടസ്റ്റ് പ്രയർ ആൻഡ് ദ ഷോർട്ടസ്റ്റ് സാം. ഏറ്റവും ചെറിയ സങ്കീർത്തനം തപ്പി 3 മിനിറ്റ് നടക്കും. ഏറ്റവും ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചവർ അവസാനിപ്പിക്കുകയും ചെയ്യും. ഇന്ന് രാത്രി ദൈവവിഷയത്തിൽ സമ്പന്നരാകണം. ആത്മീയ മാന്യം മാറിപ്പോകട്ടെ ദൈവമക്കളെ. ഉത്സാഹം നമുക്കുണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു ഉത്സാഹം, ദൈവകാര്യത്തിനകത്ത് ഒരു ഉത്സാഹം. ദാവീദിനോട് ചോദിക്കും 40-ാം സങ്കീർത്തനം 1-ാം വാക്യം, എല്ലാവരും കാണാതറിയാം. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു. സ്തോത്രം. ദാവീദേ, ഞാൻ ചോദിക്കാം, ഒരു വ്യാഖ്യാനമൊന്നുമല്ല വരുന്നത്. ദാവീദേ, ഇങ്ങനെ കാത്തുകാത്തിരുന്ന ക്ഷീണമൊന്നും വരത്തില്ല. ഞങ്ങൾക്കാണെങ്കിൽ കുറച്ച് നേരമൊക്കെ കാത്തിരുന്ന് എന്ത് ചെയ്യും, പാസ്റ്റർ വരാൻ 5 മിനിറ്റായ ഞങ്ങൾ ശൗലിൻ്റെ കൂട്ടുകാർ ശിശുവിടെ ചെയ്ത് കളയും. അങ്ങനെ എത്രയെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയാവും. ഞങ്ങൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, അല്ലെങ്കിൽ ആരെങ്കിലും വരാതിരുന്ന അച്ഛൻ പ്രാർത്ഥിച്ച് തുടങ്ങിയാട്ടെ എന്ന് പറഞ്ഞു കളയും. ഞങ്ങൾക്ക് ആരെയും കാത്തിരിക്കാനുള്ള പേഷ്യൻസ് ഇല്ല, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും ഞങ്ങൾ. പക്ഷേ ഡോക്ടർ ഓഫീസിലൊക്കെ ഇരുന്ന് കളയും കേട്ടോ. 2 മണിക്കൂർ 3 മണിക്കൂർ ICUവിൻ്റെ മുമ്പിൽ 5 ഞങ്ങൾക്ക് അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ പള്ളിക്കകത്ത് വന്നിട്ട് ദൈവസാന്നിധ്യത്തിന് വേണ്ടി ദൈവമക്കളെ അനുഗ്രഹം ഓടിച്ചിട്ട് തരും. അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കണം. അനുഗ്രഹത്തിന് വേണ്ടി പ്രത്യേകിച്ച് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുകയോ ഉപവസിക്കുകയോ ഒന്നും വേണ്ട. അനുഗ്രഹം, നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ നിങ്ങളെ പിന്തുടരുന്നതാ. പക്ഷെ കൃപ പ്രാപിക്കണമെങ്കിൽ, ആത്മീയ നിലനിൽപ്പ് വേണമെങ്കിൽ, അകത്ത മനുഷ്യൻ ബലപ്പെടണമെങ്കിൽ, വചനത്തിന് ഉറയ്ക്കണമെങ്കിൽ അതിനുവേണ്ടി സമയം ചെലവാക്കിയേ മതിയാകൂ. ദാവീദിനോട് ചോദിക്കുന്നു, കുഞ്ഞേ നിനക്ക് കാത്തിരിക്കാൻ മടിയൊന്നുമില്ലേ? എൻ്റെ ദൈവത്തിന് വേണ്ടി ഐ എം റെഡി ടു വെയിറ്റ് ഫോർ എനി ടൈം. എത്ര സമയം വേണേലും കാത്തിരിക്കാം. അതിനൊരു കാരണമുണ്ട്, നിങ്ങൾക്കറിയാവുന്ന കാരണമാണ്. ഞാൻ അതോടെ ചേർത്ത് പറയുന്നേ ഉള്ളൂ. കാരണം പണ്ട് ദൈവം എനിക്ക് വേണ്ടി ഒന്ന് കാത്തിരുന്നായിരുന്നു. ഹല്ലേലൂയ. 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായം വായിക്കണ്ട. അതിൻ്റെ ഹല്ലേലൂയ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഈ ഷായുടെ വീട്ടിലെ ആൺമക്കളിൽ ഒരുവനെ അടുത്ത രാജാവായി അഭിഷേകം ചെയ്യുവാൻ നിയോഗം പ്രാപിച്ച അഭിഷേക തൈലവുമായി കൊമ്പിൽ തൈലം നിറച്ചുകൊണ്ട്, അല്ലല്ലേ ഭയന്നും മറച്ചുകൊണ്ട് ഒക്കെയാ ഹല്ലേലൂയ ശമൂവേൽ പോകുന്നത്. പട്ടണത്തിലെ മൂപ്പന്മാർ മുഴുവൻ നിരന്നിരിപ്പുണ്ട്. അപ്പനുണ്ട്, അമ്മയുണ്ട്, ജ്യേഷ്ഠന്മാർ മുഴുവൻ അവിടെ പ്രസന്റ് ഉണ്ട്, സഹോദരിമാരുണ്ടല്ലോ അവരും കണ്ടേക്കാം, എല്ലാ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഉണ്ട്. ദാവീദ് മാത്രം അവിടെ ഇല്ലായിരുന്നു. ഹല്ലേലൂയ. എല്ലാവരെയും നിരത്തി നിർത്തി അഭിഷേകത്തിന് 1, 2, 3 ഹല്ലേലൂയ 7 പേരെയും തള്ളിക്കളഞ്ഞിട്ടും അപ്പച്ചൻ മിണ്ടിയില്ല ഇവിടെ ഒരു കൊച്ചുമോനുണ്ടെന്ന്. അമ്മ പറഞ്ഞില്ല ഞങ്ങൾക്കൊരു മോനുണ്ടെന്ന്. 7 ജ്യേഷ്ഠന്മാരും പറഞ്ഞില്ല ഞങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞ് ഹല്ലേലൂയ അനിയനുണ്ടെന്ന്. വിസിറ്റിങ്ങിന് വന്ന അവിടെ വന്നിരിക്കുന്ന പട്ടണത്തിലെ മൂപ്പന്മാർ, സഭയുടെ നേതാക്കന്മാരാരും പറഞ്ഞില്ല ഈ വീട്ടിലൊരു കൊച്ചു മോനും കൂടെ ഉണ്ടെന്ന്. വിസിറ്റിംഗ് പാസ്റ്റർ അങ്ങോട്ട് കയറി ചോദിച്ചു, ഹല്ലേലൂയ 1 ശമൂവേൽ 16-10-ാം വാക്യം, നിന്റെ പുത്രന്മാരെല്ലാവരും ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഒരാൾ ചോദിക്കുക എത്ര മക്കളുണ്ട്, നിങ്ങൾ പറയാം 5. പിന്നെ എടുത്ത് ചോദിക്കേണ്ട കാര്യമുണ്ട് എല്ലാവരും ആയോ എന്ന്. ഇവിടെ 7 പേരെ മക്കളെ എല്ലാം വിളിക്കാൻ പറഞ്ഞ പിന്നെയും ചോദിക്കുന്നു പുത്രന്മാരെല്ലാവരും ആയോ എന്ന് ചോദിക്കുക. സ്തോത്രം. അന്നേരം അപ്പച്ചൻ പറഞ്ഞു, ഇളയൊരുത്തൻ കാട്ടിലുണ്ട്. എന്താ പ്രവാചകൻ പറഞ്ഞത്? അവൻ വന്നിട്ടല്ലാതെ. പ്രവാചകൻ അറിയത്തില്ല എത്ര മൈൽ ദൂരെയാണ്, ഏത് കാട്ടിലാണെന്നറിയത്തില്ല, എല്ലാ ആടിനെയും കിട്ടുമോ എന്നറിയത്തില്ല. പക്ഷെ കണ്ടീഷൻ ഇതാ, അവൻ വന്നിട്ടല്ലാതെ ഇവിടെ ആഹാരം വിളമ്പത്തില്ലെന്ന്. എനിക്ക് വേണ്ടി കാത്തിരുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ കൊതിക്കുന്നു. എൻ്റെ ഹൃദയം നന്ദി കൊണ്ട് നിറയുന്നു. ഞാൻ മടങ്ങി വരാൻ വേണ്ടി, ഞാൻ പാപത്തിൽ നിന്ന് മടങ്ങി വരാൻ വേണ്ടി, ഞാൻ ഇരുട്ടിൽ നിന്ന് മടങ്ങി വരാൻ വേണ്ടി, ഞാൻ കാട്ടിൽ നിന്ന് മടങ്ങി വരാൻ വേണ്ടി, ഞാൻ വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ വേണ്ടി എനിക്ക് വേണ്ടി കാത്തിരുന്ന ഒരു സ്വർഗമുണ്ടെങ്കിൽ ആ ദൈവത്തിന് വേണ്ടി എത്ര വർഷം, എത്ര മാസം, എത്ര ദിവസം ഞാൻ കാത്തിരിക്കും. ഓ റബാന ഹംദര. എത്ര പേർക്ക് ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കാം. നഷ്ടപ്പെട്ടു പോയ ആടായ നിന്നെ, ലോകസ്നേഹം കൊണ്ട് നിറഞ്ഞ എന്നെയും നിങ്ങളെയും നഷ്ടപ്പെട്ടു പോയ എനിക്ക് വേണ്ടി കാത്തിരുന്ന ഒരു സ്വർഗമുണ്ടെങ്കിൽ, എനിക്ക് വേണ്ടി തരുവാൻ ഒരു പുത്രനെ അയച്ചുവെങ്കിൽ, എനിക്ക് വേണ്ടി മരിക്കുവാൻ പുത്രനെ അനുവദിച്ചുവെങ്കിൽ, എനിക്ക് വേണ്ടി രക്തം ചിന്തിയെങ്കിൽ, ആ ദൈവത്തിന് വേണ്ടി, ആ യേശുവിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. ഞാൻ ഉള്ളിടത്തോളം എൻ്റെ ആയുസ് മുഴുവൻ ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കും. ഇന്ന് രാത്രി ഉത്സാഹം കൊണ്ട് ദൈവമക്കൾ നിറയട്ടെ. നമുക്ക് മടങ്ങി വരാം പിന്മാറ്റത്തിൽ നിന്ന്.
മൂന്നാമത് അവരിലുണ്ടായ പിന്മാറ്റത്തിന്റെ ലക്ഷണം 10-ാം അധ്യായം 24-ാം വാക്യം, എബ്രായർ 10:24. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ. ഇപ്പൊ ആൾക്കാര് സഭായോഗത്തിന് പോകുന്നതൊക്കെ ഉഴപ്പാൻ തുടങ്ങി. സ്തോത്രം. ഇതാ പിന്മാറ്റത്തിന്റെ അടുത്ത ലക്ഷണം. ഞാൻ ഈ പറഞ്ഞോട്ട് ബന്ധപ്പെടുത്തി പറയുന്നേ ഉള്ളൂ. ഞാൻ ഈ അമേരിക്ക വന്നിട്ട് ഇപ്പോൾ കുറേ വർഷങ്ങളായി. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് കണ്ടതാണ്. ഞായറാഴ്ച രാവിലെയാണ് എല്ലാവരും എഴുന്നേറ്റ് ഒരു വെൽ ബോഡി ചെക്കപ്പ്. ഏത് കാരണം ചൊല്ലി സഭായോഗം മുടക്കാം. എടി ഇങ്ങോട്ടൊന്ന് വന്നേ, കൈക്കൊരു വേദന പോലെ തോന്നും, നീ അങ്ങ് പൊക്കോ, ഞാനിവിടെ ഇരിക്കുകയാണെന്ന്. അമ്മാമ്മ പാവം സഭായത്തിന് സാക്ഷ്യം പറയാം, അച്ഛന് സുഖമില്ലാത്തതുകൊണ്ട് സഭായത്തിന് വന്നില്ല. നമ്മൾ വിശ്വാസത്തോടെ എല്ലാവരും കരഞ്ഞോർത്ത് പഠിക്കാം, പ്രാർത്ഥിക്കാം. തോമാച്ചന് വേണ്ടി പ്രാർത്ഥിച്ചു. ഉച്ച കഴിഞ്ഞ് പാസ്റ്ററുടെ ഒരു കടമയാണല്ലോ വിളിച്ച് ചോദിക്കണമല്ലോ, പോയി കഴിഞ്ഞു, എവിടെ പോയി കഴിഞ്ഞു, എവിടെ ജോലിക്ക് പോയി കഴിഞ്ഞു, എന്തൊരു അത്ഭുത രോഗസൗഖ്യം. പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ രോഗം വിട്ടുമാറി. സഹോദരൻ എവിടെ എത്തിക്കഴിഞ്ഞു. പിന്നെ സ്റ്റേജിലൊന്നും വിളിച്ച് മൈക്ക് കൊടുത്ത് നമ്മൾ പറയിക്കാത്തതുകൊണ്ട് ആരും അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇങ്ങനെ എത്രയോ അത്ഭുത രോഗസൗഖ്യങ്ങൾ ദൈനംദിനം നടക്കുന്നുണ്ട്. പക്ഷേ സഭായോഗത്തിന് പോകാൻ തുടങ്ങുമ്പോൾ ഒരു വല്ലാത്ത ഉഴപ്പും ഒരു മടുവും ഒക്കെ തോന്നാറുണ്ട്. ആത്മീയ കാര്യത്തിൽ പുറകോട്ട് പോകല്ലേ. സ്തോത്രം. ഹല്ലേലൂയ. ജോലിയുള്ളവരുടെ കാര്യമല്ല ഈ പറഞ്ഞു വരുന്നത്. ഹല്ലേലൂയ. ഞായറാഴ്ചത്തെ ആരാധന, സ്തോത്രം, വേറൊരു കാര്യത്തിന് വേണ്ടി മാറ്റി വെക്കരുത്. നിങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ഞാൻ അതിനെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. പണ്ടൊരാട് ഞാൻ ചോദിച്ചു, ഇവിടെ ഈ ഇടയ്ക്ക് എവിടെ പറഞ്ഞു, സഹോദര കുറച്ച് നാളായല്ലോ സഭായോഗത്തിനൊന്നും വരുന്നില്ലല്ലോ, പക്ഷേ പ്രാർത്ഥിക്കാനോ ആരാധിക്കാനോ ആണെങ്കിൽ കുമ്പനാട് താമസിച്ചാൽ പോരായിരുന്നു. കാരണം അങ്ങോട്ട് നടന്നു കയറിയാൽ എന്തെല്ലാം സഭകൾ അവിടെ ഉള്ളത്. ഇവിടെ വന്നത് 10 കാശുണ്ടാക്കാനാണെന്ന്. പ്രയോജനപ്പെടുമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ല, സ്വർഗം കഴിഞ്ഞിട്ട് ദൈവകാര്യം കഴിഞ്ഞിട്ട് മതി, ബാക്കിയല്ല. നമ്മുടെ ജനറേഷനെ പറഞ്ഞ് മനസ്സിലാക്കൂ. ആരാധന 1-ാം സ്ഥാനം കൊടുത്താട്ടെ. ദൈവ വിഷയത്തിൽ 1-ാം സ്ഥാനം, ദൈവകാര്യത്തിന് മുൻതൂക്കം. അത് കഴിഞ്ഞിട്ട് മതി, ബാക്കിയല്ല. ഹല്ലേലൂയ. സഭകളിലൊക്കെ തിരഞ്ഞെടുപ്പ് വരികയാണ്. ഇപ്പോൾ ആർക്കും പ്രാർത്ഥിക്കാൻ പോലും നേരമില്ല. ഞാൻ ഞങ്ങളുടെ ചർച്ചയിൽ ഇലക്ഷൻ്റെ മുമ്പ് പറയുന്നൊരു ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ പറയുന്നതിന് തെറ്റാണ്, അങ്ങനെ ഒരു നമുക്ക് വേണ്ടത്, എന്നാലും പറയുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തിയിൽ അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. അല്ലേ, നമ്മൾ പ്രാർത്ഥിച്ച കർത്താവേ ഒരു ഉച്ച കഴിയുമ്പോൾ ഞങ്ങൾ ആരെ തിരഞ്ഞെടുത്തുവെന്ന് നിനക്ക് കാണിച്ചു തരാം. പക്ഷേ വേദപുസ്തകം പറയുന്നത് നീ ആരെ തിരഞ്ഞെടുത്തുവെന്ന് ഞങ്ങൾക്ക് കാട്ടിത്താ. എത്ര പേരെൻ്റെ കൂട്ടത്തിലുണ്ട്? എന്നെ ഉപദ്രവിക്കില്ല, നാളെ ഉച്ചയ്ക്ക് ഞാൻ പൊക്കോളാം. ഹല്ലേലൂയ. ഞങ്ങൾ ആരെ തിരഞ്ഞെടുത്തുവെന്ന് അവസാനം ഓട്ടണ്ണി നിനക്ക് കാണിച്ചു തരാമെന്നല്ല, നീ ആരെ തിരഞ്ഞെടുത്തുവെന്ന് ദൈവസഭയ്ക്ക് കാട്ടിത്തരിക. അത് ഞാൻ സ്വപ്നം കാണുന്നു. അങ്ങനെ ഒരു കാലം ദൈവമക്കളുടെയെങ്കിൽ വന്നെങ്കിൽ കൊള്ളാമായിരുന്നു. സ്വർഗം അങ്ങനെ ചിലരെ തിരഞ്ഞെടുത്ത് അവര് മാത്രമേ തലകീഴായി ക്രൂശിക്കപ്പെടത്തുള്ളൂ. അവര് മാത്രമേ നീറോയുടെ വാളിന് മുമ്പിൽ കഴുത്ത് വെച്ച് കൊടുക്കുകയുള്ളൂ. അവര് മാത്രമേ മൃഗത്തിന്റെ മുമ്പിൽ വലിച്ചെറിഞ്ഞാലും യേശുവിന് വേണ്ടി രക്തസാക്ഷികളാകത്തുള്ളൂ. അല്ലാത്തവർ, പ്രതികൂലത്തിന് നടുവിൽ അഡ്രസ് ഇല്ലാത്തവർ, അവർ ഒളിയിടങ്ങൾ തേടിപ്പോകും. നാം കാണുന്ന കാഴ്ചയാ. മറയിടങ്ങളും ഒളിയിടങ്ങളും മുഖം മൂടികളും ധരിക്കുന്നതിന്റെ കാരണം അവരെ തിരഞ്ഞെടുത്ത് ദൈവമല്ല, മനുഷ്യർ തിരഞ്ഞെടുത്തവർ മനുഷ്യരുടെ ഇടയിലായിരിക്കുമ്പോൾ സ്വർഗം തിരഞ്ഞെടുത്തവരെ ഹല്ലേലൂയ ഏതറ്റം വരെ ആദരിക്കുന്ന ഒരു സ്വർഗമുണ്ടെന്ന പരമസത്യം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു. സഭായോഗങ്ങളെ, കൂടിവരവുകളെ, കൂട്ടായ്മകളെ ഉപേക്ഷയായി വിചാരിക്കരുത്. ദൈവത്തോടും മനുഷ്യരോടുമുള്ള കൂട്ടായ്മ ബന്ധങ്ങൾ അരക്കിട്ടുറപ്പിക്കണം ആത്മീയർ. ഹല്ലേലൂയ. സമയം പോകുന്നു. 4-ാമത്തെ അവരുടെ പിന്മാറ്റമാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന ചിന്താവിഷയം. നാം വായിച്ച 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. സ്തോത്രം. കാലപ്പഴക്കത്തിൽ അവരുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തുപോയി. സ്തോത്രം. ഇവിടെ ഇരുന്ന് പാട്ട് പാടുമ്പോഴും ഉള്ളിൽ മടുപ്പുള്ളവരുണ്ട്. പലതും കണ്ടും കേട്ടും അനുഭവിച്ചും അതിൻ്റെ കാഠിന്യ നിമിത്തം അത് ശരീര ബലഹീനതയായിരിക്കാം, മാനസിക സംഘർഷങ്ങളായിരിക്കാം, മറ്റുള്ളവരാൽ ഏറ്റ, എബ്രായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിന്ദകളാലും അല്ലെങ്കിൽ പീഡകളാലും കൂത്തുകാഴ്ചയായി തീർന്ന് സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ സഹിച്ചും അതിൻ്റെ പിന്നിലൊക്കെ വ്യാപരിച്ച വേദനയുടെ കാഠിന്യ നിമിത്തമായിരിക്കാം ഇവരുടെ ഇപ്പോൾ മനസ്സും അടുത്തുപോയത്. ഞാൻ ഇന്ന് രാത്രി ആദ്യമേ പാടിയതുപോലെ ഇന്നുള്ള ശോധന നൽകുന്ന വേദന അത് കുത്തി മുറിവേൽപ്പിക്കുന്ന വിഷമമുള്ളതാണെങ്കിലും അതിനപ്പുറത്ത് തിളങ്ങുന്ന പൊന്നിനേക്കാൾ അതിന് വിലയുണ്ടെന്നറിയുന്നവർ ഇന്ന് രാത്രി ആത്മാവിൽ കർത്താവിനെ സ്തുതിച്ചാട്ടെ. നിങ്ങൾ അനുഭവിച്ച ഇന്നലത്തെ വേദന, സഹോദര,
ദൈവദാസനെ, ദൈവദാസിയെ, നീ അനുഭവിച്ച ഉഷ്ണക്കാറ്റ്, നിന്റെ മേൽ പെയ്തിറങ്ങിയ അഗ്നിമഴ പോലെ നീ അനുഭവിച്ച വേദന, കാഠിന്യങ്ങൾ, മറ്റുള്ളവരാൽ നീ ഒറ്റപ്പെട്ടു പോയത്, ഒറ്റിക്കൊടുക്കപ്പെട്ടു പോയത്, ലോകത്തിന്റെ മുമ്പാകെ നീ യു ബിക്കം എ പബ്ലിക് സ്പെക്ടാക്കിൾ, നീ പരസ്യ കോലമായി മാറി. പക്ഷെ ആത്മാവിൽ ദൂത് പറയുന്നു, ഇതിന്റെ വേദന ഇന്ന് വിഷമമുള്ളതാണെങ്കിലും ഒരു പ്രാവശ്യം കൂടെ നാം പരിപാടാൻ പോകുക. ആത്മാവിൽ അറിയാവുന്നവർ ചേർന്ന് അന്യഭാഷയോടെ പാടിക്കാട്ടെ. എനിക്കതിന് നിയോഗമുണ്ട്. അല്ലല്ലേ? ഇന്നുള്ള ശോധന നൽകുന്ന വേദന, ഇന്നുള്ള ശോധന നൽകുന്ന ഓ വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു പൊന്നിലും വിഷമമുള്ള. എത്ര പേര് ആത്മാർത്ഥമായി പറയും? ആ വിശ്വസി, ആശ്വസി, ആനന്ദിക്കും ഞാൻ സദാ. വിശ്വസി, ആനന്ദിക്കും ഞാൻ സദാ. അനാദിനാഥൻ. ആരോടും പറയാത്ത വേദനയാ, ആരോടും പങ്കുവെക്കാൻ കഴിയുന്നില്ല. പക്ഷെ നീ ധന്യയാ, നീ ധന്യനാ, നീ ധന്യയാ, നീ ധന്യനാ. റീബാന ഹഥരാധന. എത്ര പേർക്ക് ആത്മാവിൽ സന്തോഷിക്കാൻ പറ്റും? അന്യനാണ് ഈ ഭൂവിലെങ്കിൽ ധന്യനാണ് ഞാൻ ക്രിസ്തുവിൽ. അന്യനാണ് ഈ ഭൂവിൽ, ധന്യനാണ് ക്രിസ്തുവിൽ. അന്യനായി ഭൂവിൽ, ധന്യനാണ് ഈ ക്രിസ്തുവിൽ. ഇന്നുള്ള വേദന, ഇന്നുള്ള വേദന, അതിന്റെ ശോധന, അതിന്റെ വേദന, അതിന്റെ നിന്ന, അതിന്റെ കഷ്ടം. ഓ റഖമന വൈഡമാൻ. എത്ര പേർ ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കും? എത്ര പേർ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കും? ധുരമന ഹംദര വൈശരമന. നീ ശുശ്രൂഷയിലേറ്റ വേദന, കുടുംബജീവിതത്തിലേറ്റ വേദന, മറ്റുള്ളവർ വിരൽ ചൂണ്ടി സംസാരിച്ചത്, നിനക്കെതിരെ പറഞ്ഞത്, നീ കേട്ടിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്തത്, പറഞ്ഞു പരത്തിയത്, നിന്നെ കുറിച്ച് എഴുതിയത്, നിന്റെ ഹൃദയം വെട്ടി മുറിവേൽപ്പിച്ചു, മതി മതി എന്ന് പറഞ്ഞ ദിവസങ്ങൾ, മടുത്തുപോയ മാസങ്ങൾ, സ്വർഗം പറയുന്നു അതിന്റെ വില, അതിന്റെ വില പൊന്നിനേക്കാൾ വലുതാ. വൈഡമാന ഹംദരാധകന. I rejoice in the presence of God. I rejoice in the presence of God. ഓ റഖബാന. ആത്മാവിൽ സന്തോഷിച്ച കർത്താവിനെ. പ്രസംഗം തീർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇന്ന് രാത്രി ചിലരുടെ മടുപ്പ് മാറിയെങ്കിൽ കൊള്ളാമായിരുന്നു. ചിലരുടെ മനസ്സിന് മുറിവേറ്റത് സ്വർഗത്തിന്റെ കൈകൊണ്ട് കെട്ടപ്പെട്ടെങ്കിൽ കൊള്ളാമായിരുന്നു. അവൻ ചതയ്ക്കുകയും പൊറുപ്പിക്കുകയും ചെയ്യുന്നു. തൃക്കൈ കൊണ്ട് മുറിവേൽപ്പിക്കുന്നവനാ അവൻ. മുറിവ് കെട്ടുന്ന ദൈവമാ. ഇന്ന് രാത്രി ഹല്ലേലൂയ റീബന ഹതുര ആത്മമണ്ഡലത്തിൽ മനസ്സ് മടുത്തുപോയ ചിലർ ഇതിനകത്തുണ്ട്. പ്രതീക്ഷിക്കാത്തത് വന്നു കയറിയതുപോലെ, ഹല്ലേലൂയ, ഉദ്ദേശിക്കാത്ത രീതിയിൽ ജീവിതയാത്രയിൽ വന്നു ഭവിച്ച പെട്ടെന്നുണ്ടായ ആഘാതങ്ങൾ നിമിത്തം അനുഭവിക്കുന്ന വേദന ആരോടും പങ്കുവെക്കാൻ കഴിയുന്നില്ല. പക്ഷെ സ്വർഗം പറയുന്നു, ഞാൻ അതിന് വിലയിട്ടു, ഞാൻ അതിന് വിലയിട്ടു, ഞാൻ അതിന് വിലയിട്ടു. അതിന് പൊന്നിനേക്കാൾ ഇറ്റ്സ് പ്രഷ്യസ് ദാൻ, ഹല്ലേലൂയ, ഓൾ ദ പ്രഷ്യസ് ഗോൾഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി അതിന്റെ വില, അതിന്റെ വില, അതിന്റെ വില പൊന്നിനേക്കാൾ വലുതാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. വിശ്വാസികളെ, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങളൊരു ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരുന്നവരാ. നിങ്ങളുടെ ഓട്ടത്തിൻ്റെ വേഗതയുടെ കുറവ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ അകത്ത് ക്ഷീണമുണ്ടെന്ന്. ഇത് ശരീരത്തിൻ്റെ ക്ഷീണമല്ല, ഇത് അകത്ത് തട്ടിയ മുറിവാ. ഇന്ന് രാത്രി അതിന് പരിഹാരം യേശുവിനെ ധ്യാനിക്കണം. ഹല്ലേലൂയ. വേറെ മറുമരുന്നില്ല. യു നീഡ് ടു മെഡിറ്റേറ്റ് അപ്പോൺ ക്രൈസ്റ്റ് ഹു സഫേർഡ് ഫോർ us. നമുക്ക് വേണ്ടി സഹിച്ചവനെ ഇന്ന് രാത്രി ധ്യാനിക്കണം. ദൈവമക്കളെ, നമ്മുടെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ഒരു ഓട്ടക്കളമാണ്. അതാണ് 12-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ ചിന്തകൾ തന്നെ തുടങ്ങി വെക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് ഈ നടക്കാനൊന്നും നേരമില്ല. കാരണം സമയം കുറേ ചുരുക്കമാണ്. പഴയ ഭക്തന്മാർക്ക് ഇഷ്ടംപോലെ സമയമുണ്ടായിരുന്നു. ആദമിന് 930, മെതുശലേഖന് 969, നോഹയ്ക്ക് 950, അബ്രഹാമിന് 175, ഇസഹാക്കിന് 180, യാക്കോബിന് 147, എന്തിനേറെ പറയുന്നു യോസഫിന് 110, മോശയ്ക്ക് 120. അങ്ങനെ കണക്കെടുത്ത് നോക്കൂ. ഇവർക്കൊക്കെ ഇഷ്ടം പോലെ ആയുസ് ഉണ്ടായിരുന്നു. പതുക്കെയൊക്കെ നടന്നു പോയാൽ മതിയായിരുന്നു. നമുക്ക് എണ്ണിച്ചുട്ടി അപ്പം പോലെ എത്ര കിട്ടിയേക്കുന്നത്? 7-10 ഏറെയായാൽ അപ്പച്ചനായ സ്തോത്രം. 92-ാമത്തെ വയസ്സിലും ആരോഗ്യത്തോടെ ഇന്ന് രാത്രി ഇവിടെ വന്ന് കർത്താവിനെ സ്തുതിക്കുന്നതല്ലോ. നമുക്കെല്ലാം കൂടെ കിട്ടി. ഇന്ന് രാത്രി പറഞ്ഞ് എനിക്കൊരു 60 വർഷം കൂടെ ദൈവം തരാൻ പോകുന്നു. ദൈവമേ സ്തോത്രം. ഞാൻ പേടിച്ചു പോയി. കാരണം അല്ലല്ല, നമ്മളിത് ഉള്ളതൊന്നും തികയ്ക്കുന്ന കാര്യം പാടുപെട്ടുകൊണ്ടിരിക്കുക. നമുക്ക് ഇത്രയൊക്കെ ഉള്ളു, 70-80 ഒക്കെ. ഇവിടെ എവിടെ ഇറങ്ങിയൊക്കെ പോകാൻ സമയം? ഓടിക്കണം.
അതുകൊണ്ട് ആ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഭക്തന്മാരുടെ വിശ്വാസ ജീവിതം ഓട്ടക്കളവാ. ഇവിടെ നിൽക്കാനും നോക്കാനും ഹല്ലേലൂയ അതും പറഞ്ഞ് ഇതും പറഞ്ഞ് നിൽക്കാൻ നമുക്ക് നേരമില്ല. അതുകൊണ്ട് പറയണം, നിങ്ങൾ ഇവിടെ നിന്ന് പോയാൽ എത്തത്തില്ല. ഈ ഓട്ടക്കളത്തിൽ ഓട്ടത്തിന്റെ പ്രത്യേകത, ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഹൗ മച്ച് യു റാൻ ഓർ ഹൗ ഫാസ്റ്റ് യു റാൻ ഓർ ഹൗ മെനി യു ഔട്ട് റാൻ. ഇതൊന്നും വിഷയമല്ല. എത്ര വേഗം ഓടിയെന്നോ എത്ര ദൂരം ഓടിയെന്നോ എത്ര പേരെ തോപ്പിച്ചെന്നൊന്നും വിഷയമല്ല. ഓൾ മാറ്റേഴ്സ് ഹൗ യു ഫിനിഷ്. ഓടി തീർക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഫിനിഷിങ് ഈസ് വിക്ടറി. ദൈവമക്കളെ, ക്രിസ്ത്യ ജീവിതത്തിന്റെ ഓട്ടത്തിന്റെ ലക്ഷ്യം ഞാൻ 50 പേരെക്കാൾ ശ്രേഷ്ഠനാണെന്നോ 4 പേരെക്കാൾ കൂടുതൽ മെച്ചമാണെന്നോ അല്ല. എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഞാൻ ഓടിത്തീർക്കണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ ദൂത് പറയുന്നു, പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും സ്വർഗം വെച്ചിരിക്കുന്ന ഒരു ഓട്ടമുണ്ട്. അത് നാം ഓടിത്തീരാൻ നാം ബാധ്യസ്ഥരാണ്. ഓടിത്തീർക്കണം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഓട്ടം എങ്ങനെ ഓടണമെന്നാണ് പറയുന്നത്? എബ്രായർ 12-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ ഓർപ്പിക്കുന്നു, നിങ്ങളുടെ ഓട്ടം എങ്ങനെ ഓടണം? സ്ഥിരതയോടെ ഓടണം. സ്ഥിരതയോടെ ഓടാൻ കഴിയാതെ, ഞായറാഴ്ച നല്ല സ്പീഡായിരിക്കും, തിങ്കളാഴ്ച ആകുമ്പോൾ സ്പീഡ്, പിന്നെ വെള്ളിയാഴ്ച ആകുമ്പോൾ പിന്നെയും ചാർജ് ചെയ്തുകൊണ്ട് വരണം. പഴയ മോട്ടർ കണക്ക് ഇങ്ങനെ ക്രാങ്ക് കൊണ്ട് പാസ്റ്റർമാരൊക്കെ വന്ന് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ടാക്കി ഏകദേശം ഞായറാഴ്ച 11 മണിയാകുമ്പം പിന്നെയും നമ്മൾ ട്രാക്കിലാകും. അല്ലല്ലേ, 12:30 വരെ ഒരൊറ്റ ഓട്ടമാണ്. പിന്നെ ഉച്ച കഴിയുമ്പോൾ പിന്നെ എങ്ങോട്ട് ഇറങ്ങും? ജീവിതത്തിൻ്റെ ഓരോ ഭാരങ്ങൾ വരുമ്പോൾ ട്രാക്കിന് വെളിയിൽ ഇറങ്ങിയിട്ട് പിന്നെയും പടക്കുതിരയെ പോലെ പാഞ്ഞവരൊക്കെ ഇപ്പോൾ ഒച്ചിനെ പോലെ ഇഴയുന്ന ഇവരെ വലിച്ച് അകത്തിടുന്ന ജോലിയാ മിക്കവാറും പാസ്റ്റർമാരുടെ ജോലി. ഉന്തിത്തള്ളി. അത് നമ്മുടെ മാത്രം കുഴപ്പമൊന്നുമല്ല. നിങ്ങൾ പറയുമോ അത് ഞങ്ങൾ അമേരിക്ക വന്നിട്ട് പാസ്റ്റർക്ക് അറിയാമല്ലോ ഞങ്ങളുടെ സാഹചര്യം കൊണ്ടാണ്. നമ്മുടെ മാത്രമൊന്നുമല്ല. പ്രാർത്ഥിച്ച് മഴ ഇറക്കുന്ന, പ്രാർത്ഥിച്ച് ആകാശം അടയ്ക്കുന്ന, ഹല്ലേലൂയ, പ്രാർത്ഥിച്ച് തീയിറക്കുന്ന 850 അല്ലെങ്കിൽ അശേരയുടെയും ബാലിൻ്റെയും പ്രവാചകന്മാരെയും വായ്ത്തലയുടെ മുന കൊണ്ട് വെട്ടിയൊതുക്കുവാൻ കൃപയുള്ള ആഹാബിൻ്റെ രഥങ്ങൾക്ക് മുമ്പാകെ ശരവേഗത്തിൽ പായുന്ന ഏലിയാവും കിടന്നു പോകുന്ന ദിവസങ്ങളുണ്ട്. ഏതു ഭക്തനും നിരാശയുടെ താഴ്വരയിൽ കൂടെ കടന്നു പോകും. ഹല്ലേലൂയ. 1 രാജ 19-ാം അധ്യായത്തിൽ, കാരണം ആഹാബിൻ്റെയൊക്കെ മുമ്പിൽ ചങ്കുറപ്പോടെ നിന്ന് വിരൽ ചൂണ്ടി ഞാൻ കൽപ്പിച്ചിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല എന്ന കരുത്തനായ ഏലിയാവ് ഒരമ്മാമ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു, നാളെ തല കാണത്തില്ലെന്ന്. ദാറ്റ്സ് ഓൾ. പണ്ടൊക്കെ വലിയ ലെറ്റർ വന്നിട്ട് കൈയടിച്ച് പാടിയവരാ ഒരു ടെക്സ്റ്റ് മെസ്സേജിൻ്റെ മുമ്പിൽ ഇപ്പോൾ പാടായിരിക്കുന്നത്. എൻ്റെ കൂടെ എല്ലാവരും ഉണ്ടേ? ഹല്ലേലൂയ. മനോരമ പേപ്പറിൽ 5 പേപ്പറിൽ പരസ്യം വന്നാൽ പോലും നമ്മൾ ഹല്ലേലൂയ മുട്ടുമടക്കത്തില്ലായിരുന്നു. ഇപ്പോൾ ഒരു കൊച്ചു മെസ്സേജ് കിട്ടിയാൽ മതി. പിന്നെ എന്താ പറ്റി? അത് രാവിലെ ഒരു ടെക്സ്റ്റ് വന്ന് ഞാൻ പോലും അറിയാത്ത ഇങ്ങനെയൊക്കെ ഉണ്ട്. പുള്ളി പറഞ്ഞു, അമ്മാമ്മ ഇത്രേ പറഞ്ഞു, ഒരു കലണ്ടർ കൊണ്ട് തൂക്കിയിട്ട് പറഞ്ഞു, ടുമോറോ ബൈ ദിസ് ടൈം ഈ തല ഇവിടെ കാണത്തില്ല. അപ്പോൾ പുള്ളി കലണ്ടറിലോട്ട് നോക്കി, ഇപ്പോൾ എത്ര മണിക്കൂറുണ്ട്? ഇനിയും 24, ഇന്നത്തെ വെച്ച് പറയാം 24 മണിക്കൂറുണ്ടെന്ന്. അങ്ങനെ വിഷമിച്ച് പോയി. ഏതായാലും പുള്ളി ചൂരച്ചിടിയുടെ കീഴിൽ പോയി കിടന്ന് മരിക്കാൻ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായി പറഞ്ഞു വരുന്നത്, ദൂത് പറയുന്നേ ഉള്ളൂ. സ്തോത്രം. അപ്പോഴാ സ്വർഗത്തിന് മനസ്സിലായേ ഇവിടെ കാക്കയെ വിട്ട കാര്യം. ഇപ്പം ഡോളറിൻ്റെ വില എത്ര ഉണ്ടെന്ന് ചോദിച്ചാലൊന്നും ഈ വിഷമം. ഇവിടെ കാക്ക ആഹാരം കൊണ്ടുവന്നാൽ മാറുന്ന പ്രശ്നമല്ല. വിധവയുടെ വീട്ടിൽ ദൈനംദിനം ചുട്ടെടുക്കുന്ന ചൂടുള്ള ദോശ കൊണ്ട് മാറുന്ന വിഷയമല്ല. മനുഷ്യൻ്റെ കൈ തൊടാത്തൊരാടാ റീബാന ഹത്തുരാധന. അത്ര പേർക്ക് ദൂത് മനസ്സിലായി? ഒരു മനുഷ്യൻ്റെ കൈ തൊടാത്ത, ഒരു സാഹചര്യങ്ങൾക്ക് ജീവൻ കഴിയാത്ത സ്വർഗത്തിൻ്റെ ദൂതൻ്റെ കൈകൊണ്ട് ചുട്ട അട ആദരത്തിൽ തൊട്ട് കഴിഞ്ഞപ്പോൾ, അവൻ ഒടിച്ച് വെള്ളം കുടിച്ചപ്പോൾ നിരാശ മാറി 40 ദിവസം അല്ലെങ്കിൽ വീണ്ടും പടക്കുതിരയെ പോലെ ഒരു ഭക്തൻ പാഞ്ഞുവെങ്കിൽ, ഇന്ന് രാത്രി ദൂത് പറയുന്നു, ഒരു മനുഷ്യനല്ല, സ്വർഗത്തിൻ്റെ ഹല്ലേലൂയ മനുഷ്യൻ്റെ കൈ തൊടാത്ത ഒരു ദൂത് നിന്റെ പുസ്തകത്തിൽ, വേദപുസ്തകത്തിൽ, ദൈവദാസന്മാരുടെ ആദരത്തിൽ കൂടെ, പ്രവാചക ശബ്ദത്തിൽ കൂടെ നിന്റെ ചെവിയിൽ മുഴങ്ങിയാൽ ഇന്ന് രാത്രി വീണ്ടും ഞാൻ ഓടും, വീണ്ടും ഞാൻ കുതിക്കും. എൻ്റെ നിരാശകൾ മറന്ന്, എൻ്റെ ഭാരം മറന്ന് ഞാൻ വീണ്ടും ഓടും. ഓ റബാന ഹംദരെ, ഞാൻ ആത്മാവിൽ സന്തോഷിക്കുന്നു. എൻ്റെ നിന്ന മാറ്റുന്ന, എൻ്റെ നിരാശ മാറ്റുന്ന ദൈവത്തിൻ്റെ ശബ്ദം, ചൂടുള്ള അടകൾ എൻ്റെ ആദരത്തിൽ വെക്കുന്ന ദൈവ കൃപയുടെ വലുപ്പത്തിനായി സ്തോത്രം. ഓ ഹല്ലേലൂയ. എന്താ സന്ദേശം? തൻ്റെ കയ്യിലിരിക്കുന്ന കലണ്ടറിൽ പറയുന്നു, ടുമോറോ ബൈ ദിസ് ടൈം ഹല്ലേലൂയ യു വിൽ നോട്ട് ഹാവ് എനിത്തിങ് ഓൺ അപ്പോൺ യുവർ ഷോൾഡർ. തലയിൽ മുകളിലൊന്നും കാണത്തില്ലെന്നാ. പക്ഷേ സ്വർഗം ഒരു ഡേറ്റ് കൊടുത്തിട്ട് പറഞ്ഞു, ഏറിയ ദൂരം പോകാനുണ്ട്. ഹൂസ് റിപ്പോർട്ട് യു ആർ ഗോയിങ് ടു ബിലീവ്. ഹല്ലേലൂയ. ഇസബേൽ പറയുന്നു, നാളെ ഈ നേരം സ്വർഗം പറയുന്നു, ദ ജേർണി ഈസ് ടു ഗ്രേറ്റ് ഫോർ യു. ഇന്ന് രാത്രി നിങ്ങൾക്ക് ഇതിൽ ഏത് വിശ്വസിക്കാം അത് വിശ്വസിച്ചാട്ടെ. പിശാച് പറയുന്നു, ലോകം പറയുന്നു, സാഹചര്യം പറയുന്നു, ഡേറ്റ് കുറിക്കുന്നു. സ്വർഗം പറയുന്നു, എൻ്റെ അവധി നിനക്ക് വേണ്ടി. എത്ര പേർക്ക് ഇത് ഏറ്റെടുക്കാൻ പറ്റും?
എത്ര പേർക്ക് കരം ഉയർത്തിയോ കരമടിച്ചോ ഇന്ന് രാത്രി ദിസ് ഇസ് മൈ വേർഡ്, ഹല്ലേലൂയ, ദിസ് ഇസ് ദ മെസ്സേജ് ഫോർ മീ. ഏറിയ ദൂരം എൻ്റെ ശുശ്രൂഷയ്ക്ക് ഏറിയ ദൂരമുണ്ട്. ലോകം വെച്ച് അവധി, സഭകൾ വെച്ച് അവധി, വിശ്വാസികൾ വെച്ച് അവധി, കുടുംബം വെച്ച് അവധിയെ വെട്ടിത്തിരുത്തുന്ന മൈ ഗോഡ് ഈസ് ഏബിൾ ടു മേക്ക് ആൻ ഓവർ റൈറ്റിംഗ് ടുനൈറ്റ്. ഇന്ന് രാത്രി ചില കേൾവികളെ, ചില റിപ്പോർട്ടുകളെ തിരുത്തി എഴുതുന്ന രാത്രിയായി മാറട്ടെ. ഏറിയ ദൂരം, ഏറിയ ദൂരം ഇനി ഓടാനുണ്ടെന്നേ. മടുത്തു പോകല്ലേ. ചിലരെയൊക്കെ ഏറിയ ദൂരം ഓടിക്കുവാൻ ഇന്ന് രാത്രി ദൈവത്തിന് പദ്ധതിയുണ്ട്. യാക്കോബ്, ഹല്ലേലൂയ, സ്വർഗത്തോളം എത്തുന്ന കോവേണിയൊക്കെ കണ്ണിന് മുമ്പിലെ ദർശനം. കണ്ണടച്ചാൽ സ്വർഗത്തോളം എത്തുന്ന കോവേണി, ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കാഴ്ച, അതിന് മുകളിൽ സ്വർഗീയ വാഗ്ദത്തങ്ങൾ. നീ തലവെച്ചുറങ്ങിയ കല്ലും, ഹല്ലേലൂയ, ഈ കിടക്കുന്ന സ്ഥലങ്ങളുമൊക്കെ നിനക്കും നിന്റെ തലമുറയ്ക്കും ഞാൻ, ഹല്ലേലൂയ, അവകാശമായി തന്നിരിക്കുന്നു. ആവേശത്തോടെ യാത്ര പുറപ്പെട്ടു. പക്ഷേ ഇന്ന് ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം, ആ 37-ാം അധ്യായത്തിൻ്റെ 34-35 വാക്യങ്ങളിൽ വ്യത്യസ്തനായ ഏകദേശം 130 വയസ്സ് പ്രായമുള്ള ഒരു യാക്കോബിനെ നാം കാണുന്നു. ഹല്ലേലൂയ, താൻ കണ്ട ദർശനത്തിനും താൻ കണ്ട കോവേണിക്കും താൻ കണ്ട ദൈവിക വാഗ്ദത്തങ്ങൾക്കും ഘടകവിരുദ്ധമായി സംസാരിക്കുന്ന ഒരു യാക്കോബ് പറയുന്നു, ഹല്ലേലൂയ, എൻ്റെ നര ദുഃഖത്തോടെ പാതാളത്തിൽ. കാരണം എന്താ? ഐ ഹാവ് എ സോളിൽ എവിഡൻസ് വിത്ത് മീ. എൻ്റെ കയ്യിൽ ഒരു തെളിവുണ്ട്. തെളിവെന്താ? മകൻ്റെ വസ്ത്രം രക്തത്തിൽ പുരണ്ട് കയ്യിലിരിക്കുക. ഇതെൻ്റെ പില്ലോയുടെ അടിയിലിരിക്കുന്നിടത്തോളം കാലം എൻ്റെ ദുഃഖം മാറത്തില്ല. സ്തോത്രം. എൻ്റെ നിരാശയ്ക്ക് കാരണം, എൻ്റെ ദുഃഖത്തിന് കാരണം ഒരു സോളിഡ് എവിഡൻസ് ആണ്. ഹല്ലേലൂയ. മക്കൾ കൊണ്ട് കൊടുത്തതാ. എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം കൂടെ പറഞ്ഞേക്കാം, ബൈബിളൊന്നും ചോദിച്ചേക്കരുത്. കാരണം ഇവർ ഈ യോസഫിൻ്റെ ഉടുപ്പ് ഊരിയിട്ട് ആടിൻ്റെ രക്തത്തിൽ മുക്കിയിട്ട് മടക്കി കൊണ്ടുവന്ന് കൊടുത്തു. ഏത് സിംഹമാവും കടിച്ചു കയറി കൊന്നിട്ട് ഉടുപ്പ് മടക്കി ഡ്രൈ ക്ലീൻ ചെയ്ത് കൊടുത്തു വിടുന്നത്? ഈ അപ്പച്ചന് ഇത്രയെങ്കിലും ബുദ്ധി വേണ്ടെന്ന് ആലോചിക്കാൻ വേണ്ടി. ഇത് നോക്കിയത് മോൻ്റെ ഉടുപ്പാണോ എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഉടുപ്പ് കൊണ്ട് കാണിച്ചു, ഉടുപ്പൊക്കെ നോക്കിയിട്ട് ഒരു കീറൽ പോലും എന്തെങ്കിലില്ല. പക്ഷേ ഏത് സിംഹം ഇങ്ങനെ ഇത്രയും ഡ്രൈ ക്ലീൻ ചെയ്ത് കൊടുത്തു വിടുന്ന അറിയത്തില്ല. എനിവേ, അത് വെച്ചോണ്ട് ആ അപ്പച്ചൻ ഇങ്ങനെ ഇരിക്കുന്നത്. എന്തിനേറെ പറയുന്നു, അതിൻ്റെ 42-ാം അധ്യായത്തിൻ്റെ, ഹല്ലേലൂയ, 38 മുതലുള്ള 38 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയും കാണുന്നുണ്ട്, യോസഫില്ല, ശിമയോനില്ല, ബെന്യാമിനെ നിങ്ങൾ കൊണ്ടുപോകും, എൻ്റെ നര ദുഃഖത്തോടെ പാതാളത്തിൽ. പക്ഷേ 45-ാം അധ്യായം 24 മുതൽ 26 വരെ വായിക്കുമ്പോൾ തൻ്റെ കയ്യിൽ ഇരിക്കുന്ന തെളിവിനെ വെല്ലുന്ന ഒരു തെളിവ് സ്വർഗം അയച്ചു. ഹല്ലേലൂയ. അരി വാങ്ങാൻ പോയവർ കാടിലാക്ക് കാറും കൊണ്ട് വരുന്നെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. മിസ്രൈമിൽ ധാന്യം കൊള്ളാൻ പോയ അങ്ങോട്ട് കഴുതപ്പുറത്തും കുതിരപ്പുറത്തും പോയവർ ഇങ്ങോട്ട് രഥത്തിലാണ്, പറവോൻ്റെ പെൺകുതിര വരിക്കുന്ന രഥത്തിലാണ് ഇങ്ങോട്ട് യാത്ര. വീടിൻ്റെ മുറ്റത്ത് ഹല്ലേലൂയ രഥം പാർക്ക് ചെയ്തിട്ട് അകത്തോടി വന്നിട്ട് പറഞ്ഞു, അപ്പച്ചാ നമ്മുടെ മകൻ ജോസഫ് ജീവനോടിരിക്കുന്നു. അവിടെ വായിക്കുന്നത് ജോസഫ് വിശ്വസിച്ചില്ല, യാക്കോബ് എങ്ങനെ വിശ്വസിക്കും? കുഞ്ഞുങ്ങളെ, നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ തന്നെ കൊണ്ടുവന്നതല്ലേ, രക്തം പുരണ്ട ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഈ നിറമുള്ള നിലയെങ്കി ഇതെൻ്റെ കയ്യിലുള്ളിടത്തോളം കാലം ഞാൻ വിശ്വസിക്കത്തില്ല. പക്ഷേ പിള്ളേർ പറഞ്ഞു, അപ്പച്ചാ ആ വിൻഡോ ഒന്ന് തുറന്ന് ബ്ലൈൻഡൊക്കെ ഒന്ന് മാറ്റി നോക്കി. യോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ യാക്കോബിന് നവചൈതന്യം വന്നു. റിബന ഹതുരാധകന, നിന്റെ കയ്യിലിരിക്കുന്ന തെളിവുകളെ ഇന്ന് രാത്രി സ്വർഗം തിരുത്തി എഴുതിയിട്ട് ഒരു പുത്തൻ രഥമുരുളുന്ന ശബ്ദം ഞാൻ ആത്മാവിൽ കേൾക്കുന്നു. ഈ ദൂത് എത്ര പേർക്ക് മനസ്സിലാകുന്നു? നിന്റെ വീടിനകത്തുകൂടെ, നിന്റെ കുടുംബത്തിന്റെ മുമ്പിൽ കൂടെ, നിന്റെ ശരീരത്തിൽ കൂടെ ഒക്കെ സ്വർഗമയച്ച ഹല്ലേലൂയ രഥചക്രങ്ങളുടെ ശബ്ദം എനിക്ക് കേൾക്കാം. നിന്റെ കയ്യിലിരിക്കുന്ന രക്തം പുരണ്ട, നിന്റെ കയ്യിലിരിക്കുന്ന ഡോക്ടർ റിപ്പോർട്ടുകൾ, നീ കേട്ട വാർത്തകൾ, നിന്നെ ശൂന്യമാക്കുന്നതൊക്കെ ഇന്ന് രാത്രി വലിച്ചു കീറുന്ന ദൈവത്തിന്റെ പത്രം ചിലരുടെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുന്ന രാത്രിയായി മാറട്ടെ. ആത്മാവിൽ കൽപ്പിക്കുന്നു, അങ്ങനെ സംഭവിക്കട്ടെ.